കോഴിക്കോട്ടേക്ക് പോകുന്നു. മാറാട് ഭജനമഠം അടിച്ചു തകർത്തു. മഠത്തിലെ ഗുരുസ്വാമിക്ക് മർദ്ദനമേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് മാറാട് സ്വദേശി നവാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 6 മണിക്കായിരുന്നു സംഭവം. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, എന്താണ് മാറാട് സംഭവിച്ചത്? അനിൽ നമ്പ്യാർ, ഏറ്റവും സങ്കടകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് മാറാടുള്ള ഈ ഭജനമഠം അടിച്ച് തകർത്തിരിക്കുന്നത്. ഈ പ്രദേശത്ത് തന്നെയുള്ള നവാസ് എന്ന് പറയുന്ന ആളാണ് ഈ ഭജനമഠത്തിനകത്തേക്ക് 6 മണിയോടെ കയറുകയും ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹമടക്കം അടിച്ച് തകർക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വിളക്കുകൾ അടിച്ച് തകർത്തിട്ടുണ്ട്. മാത്രമല്ല അയ്യപ്പന്റെ വിഗ്രഹമടക്കമുള്ള കാര്യങ്ങൾ വലിച്ചെറിയുകയും വടി ഉപയോഗിച്ച് അടിച്ച് തകർക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ സമയം ഇവിടെ ഉണ്ടായിരുന്നവരോട് നമുക്കിതിന്റെ വിശദമായ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞങ്ങളിതിൽ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുന്ന സ്ഥലങ്ങളാണ്. അയ്യപ്പം തിടമ്പേറ്റി നമ്മൾ ഗോതീശ്വര ശിവക്ഷേത്രത്തിൽ നിന്ന് വർഷങ്ങളോളം അവിടെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് തിടമ്പേറ്റി ഇവിടുന്ന് ദിവസം ആരതി എഴുതി ചെയ്യുന്ന വിഗ്രഹമാണ്. ഇതാണ് അടിച്ച് തമർത്തിയിട്ട് രാവിലെ തന്നെ ചെയ്ത് നമ്മൾ ഗണപതി ഹോമം കഴിക്കുന്ന ഹോമകുണ്ടത്തിലെല്ലാം അടിച്ച് തമർത്തി നെയ്വിളക്ക് കത്തിക്കുന്നതാണ്. നെയ്വിളക്കിൻ്റെ വിളക്കുകൾ, അതിൻ്റെ പീഠങ്ങൾ അടിച്ച് തമർത്തത്. മുന്നിൽ നമുക്ക് കയറി വരുന്നോടത്ത് തന്നെ തുളസിത്തറുണ്ട്. ഈ തുളസിത്തറെല്ലാം അടിച്ച് തെറിപ്പിച്ച് റോഡിൻ്റെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് ബാക്കിയുള്ള ഗുരുസ്വാമീനെ ഹോസ്പിറ്റലായത് കയറി വന്ന് ഗുരുസ്വാമി രാവിലെ പുലർച്ചയ്ക്ക് വരുന്ന വടി കുത്തി പിടിച്ചിട്ട് നടന്നിട്ട് വരുന്ന ഒരു വ്യക്തി. ആ ചൂരവടി കൊണ്ടാണ് അടിച്ചിട്ട് കാലെല്ലാം ചോര പൊട്ടിച്ചിട്ട് എല്ലാം കൂടെ ബീച്ച് ഹോസ്പിറ്റലാണ് ആളുള്ളത്. ഗുരുസ്വാമിക്ക് ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. വീഡിയോസും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ കാര്യങ്ങളും അടിച്ച് തമർത്തി ഇവിടെ കിടത്തിയിട്ട് ഇവിടെ എടുത്തു കൊണ്ടുപോയത്. പോലീസുകാരെല്ലാവരും പുറത്തുണ്ട്. ബാക്കിയുള്ള ആളുകളെല്ലാവരും നാട്ടുകാർ കൂടിയിട്ടാണ് എടുത്ത് പിടിച്ച് കൊണ്ടുപോയ കാര്യങ്ങൾ. ഇത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവരെല്ലാവരും കണ്ടുന്ന ആളുകളാണ്. ഈ പ്രദേശത്തെ മറ്റൊരു അമ്പലത്തിലേക്കും ഈ നവാസ് എന്ന് പറയുന്ന ആൾ കയറി ചെന്ന അമ്പലത്തിന്റെ ഗേറ്റ് അടക്കം അടിച്ച് തകർത്തിട്ടുണ്ട് അല്ലേ? അതെ, പ്രദേശം മാറാട് പ്രിയാട്ടലിന് സമീപമുള്ള ആലപ്പാട്ട് ക്ഷേത്രത്തിന്റെ ഗേറ്റും അടിച്ച് തകർത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇത് സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന മാറാട് വീണ്ടും ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ആ വ്യക്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ആ വ്യക്തി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഞാൻ മുജീബുദ്ദീൻ എന്ന സംഘടനയിൽപ്പെട്ട ആളാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് പോലീസ് കീഴടക്കുമ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളടുത്തുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു തീവ്രവാദ ആക്രമണമാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ അത് വേണ്ട വിധത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ ഇനി ഇത്തരം കാര്യങ്ങൾ മാറാതെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അതുതന്നെയാണ് അനിൽ നമ്പ്യാർ. അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭജനമഠത്തിൻ്റെ ഉള്ളിലാണ്. ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതായത് ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ നവാസ് എന്ന് പറയുന്ന ആൾ ഈ ഭജനമഠത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ഈ വടി ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ തകർക്കുകയും മാത്രമല്ല വിളക്കുകൾ വലിച്ചെറിയുകയും ഒക്കെ തന്നെ ചെയ്തു. ഈ തകർന്നു കിടക്കുന്ന വിഗ്രഹവും മറ്റുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാം. മാത്രമല്ല ഈ ഭജനമഠത്തിന് മുന്നിൽ ഒരു തുളസിത്തറയുണ്ട്. അത് ചവിട്ടി തെറിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ ആ സമയത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളടക്കം പറയുന്നത്. പിന്നീട് മാത്രമല്ല ഈ മാറാട് ഈ സ്ഥലത്തിനോട് ചേർന്ന് മറ്റൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്കും ഈ പ്രതി കടന്നിരുന്നു. ആ ക്ഷേത്രത്തിന്റെ ഗേറ്റ് തകർക്കുകയും ആ ക്ഷേത്രം കൂടെ നശിപ്പിക്കാനുള്ളൊരു ശ്രമം ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഈ നാട്ടുകാരും പോലീസും ചേർന്നാണ് ഈ പ്രതിയെ പിടിച്ചിരിക്കുന്നത്. നിലവിൽ മാറാട് പോലീസ് സ്റ്റേഷനിലാണ് പ്രതി ഉള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. മറ്റൊന്ന്, ഈ ഭജനമഠത്തിലെ ഈ ഗുരുസ്വാമിക്ക് മർദ്ദനമേറ്റ സംഭവമാണ്. ഗുരുസ്വാമിക്ക് അതിക്രൂരമായി തന്നെ മർദ്ദനമേറ്റിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഗുരുസ്വാമി ചികിത്സയിൽ തുടരുകയാണ്. അനിൽ നമ്പ്യാർ. അനഘ, നമുക്കെല്ലാവർക്കും അറിയാം മാറാട് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മേഖല ആണ്. ഈ അടിച്ചു തകർത്തു എന്ന് പറയുന്ന, ഞാൻ നേരത്തെ കേട്ടത് മുജാഹിദീൻ സംഘടനയുടെ പ്രതിനിധിയാണ് നവാസ് എന്നാണ് പറയുന്നത്. ഈ നവാസ് ഈ നാട്ടുകാരൻ ആണോ? ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? ഈ അറസ്റ്റിലായിരിക്കുന്ന നവാസ് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു മുജാഹിദീൻ സംഘടനയിൽപ്പെട്ടതാണെന്ന്. ഈ നവാസിനെ കുറിച്ച് എന്താണ് അറിയാൻ സാധിക്കുന്നത്? നവാസ് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുന്നേ ഞാൻ കണ്ട വ്യക്തിയാണ്. ഞാൻ മാത്തോട്ടം റോഡും ഞങ്ങൾ വണ്ടി എടുത്ത് വരുന്ന സമയത്ത് അയാളെ ഞാൻ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഞാൻ ഇറക്കി കൊടുത്തതാണ്. അപ്പോൾ ആ വ്യക്തിനോട് പറഞ്ഞ് ഞാൻ 3 മാസങ്ങളായിട്ട് ഞാൻ ഇവിടെ അല്ലേ, ചെന്നൈയിലായിരുന്നു, പുറത്താണെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം അന്ന് അവിടെ ഈ നമ്മുടെ ഈ കാറ്ററിംഗ് വർക്കും കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഇവിടെ നാട്ടിൽ ജോലി നോക്കണമെന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഞാനിവിടെ ആളെ കണ്ടിട്ടില്ലായിരുന്നു, കുറച്ച് മാസങ്ങളായിട്ട്. ആ സമയത്താണ് ആ വ്യക്തിനെ എന്നെ ഒരു ദിവസം രാത്രി ഞാൻ വരുന്ന സമയത്ത് ഒരു 11 മണി 11:30 സമയമായിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീടിൻ്റെ ഭാഗത്തായിട്ട് ഇറക്കി കൊടുക്കുന്നത് ഒരു ദിവസം. പിന്നീട് ഞാൻ വ്യക്തിയെ കണ്ടിട്ടില്ല. ഈ സമയത്ത് ഇന്ന് രാവിലെയാണ് ഞാൻ ആളെ കാണുന്നത്. ഇന്നൊരു പെരുന്നാൾ ദിവസമായിട്ട് അങ്ങനത്തെ വ്യക്തികൾ നമ്മളെ വീടിൻ്റെ മഠത്തിൻ്റെ ചുറ്റുപാട് പിറകിലൊക്കെ ഒരുപാട് മുസ്ലിംസ് ആളുകളാണുള്ളത്. ഇതൊന്നും നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ സൗഹൃദത്തിൽ പോകുന്നു. ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഇവിടെ ഒത്തൊരുമയോടെ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് മാറിക്കൊണ്ട്
നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുറത്തെ ഈ ജനങ്ങളൊക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കരുതിയിരിക്കുക. എല്ലാവരും പേടി കൊണ്ട് മാത്രം മാറി നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇവിടെ പോലീസുകാരുള്ളത് കൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് അവരുടെ അടുത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളും തീരുമാനങ്ങളും അറിഞ്ഞിട്ട് അതായത് ഈ നവാസ് ഈ പ്രദേശവാസിയാണ്, നവാസിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റു പ്രശ്നങ്ങൾ ഇതുവരെ ഒരു വീടിന്റെ മുകളിൽ ഒരു വാടക വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ആരോ കൈ അടിച്ച് പൊട്ടിക്കുകയോ അല്ല കൈ തട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ഇപ്പോൾ ഒരു അമ്പലം തൊട്ടടുത്തുള്ള അമ്പലത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഗേറ്റ് ചവിട്ടി പൊളിക്കുക, ആ ഗേറ്റ് ചവിട്ടി പൊളിക്കാൻ കഴിയാത്തതുകൊണ്ട് ഉള്ളിൽ കയറാതിരുന്ന ആളുകൾ. ഇതൊക്കെയാണ് ഇപ്പോൾ അവിടുന്ന് രണ്ടാമത് തിരിച്ചു വന്ന് നമ്മുടെ മഠത്തിന്റെ മുന്നിലേക്ക് തിരിച്ചു വരിക. ഇതൊക്കെ അക്രമം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു കാര്യമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് അനിൽ നമ്പ്യാർ. അതായത് ഈ നവാസ് എന്ന് പറയുന്ന ആൾ ഈ മാറാട് ഈ പ്രദേശത്ത് തന്നെ ഉള്ള ആളാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഈ പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മനഃപൂർവ്വം ഈ മജനമഠത്തിലേക്ക് കയറി ഇത്തരത്തിലൊരു അതിക്രമം, അതും ഈ ദിവസം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രദ്ധേയമായതും. എന്തായാലും നിലവിൽ ഈ പ്രദേശത്ത് അതീവ പോലീസുകാരുണ്ട്. കൃത്യമായി എന്താണ് ഇനി അടുത്ത നടപടിക്രമങ്ങൾ എന്നതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. അനഘ, ഇനി ഇയാളെ ഒരു മനോരോഗിയാക്കി മാറ്റുമോ? എന്തായാലും ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഒരു മുജാഹിദീൻ സംഘടനയുടെ പ്രതിനിധിയാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മുജാഹിദീൻ സംഘടന ഒരു തീവ്രവാദ സംഘടനയാണ്, തീവ്രവാദ പശ്ചാത്തലമുള്ള ഒരാളാണ് ഈ നവാസ് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ മാത്രമല്ല, ഭജനമഠത്തിൽ മാത്രമല്ല അതിക്രമം കാട്ടിയത്, മറ്റൊരു ക്ഷേത്രത്തിലും കയറിക്കൂടാൻ ഇയാൾ ശ്രമം നടത്തി എന്ന വാർത്തയും പുറത്ത് വരുന്നുണ്ട്. മനോരോഗിയാക്കി മാറ്റുമോ ഇയാളെ അനഘ? അനിൽ നമ്പ്യാർ, തീർച്ചയായും അതിനുള്ള ശ്രമം അത് ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു എന്നതാണ് വാസ്തവം. അതായത് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇയാൾ മാനസിക രോഗിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് കൃത്യമായി തന്നെ ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഈ ഭജനമഠത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, മാറാട് അയ്യപ്പ ഭജന സംഘം അയ്യപ്പ ഭജനമഠം, ഈ ഭജനമഠത്തിലേക്ക് 6 മണിയോടുകൂടി ഈ ഷാനവാസ് എന്ന് പറയുന്ന പ്രതി പ്രവേശിക്കുകയും അതിനുശേഷം ഉള്ളിൽ കടന്ന് ഈ ഭജനമഠത്തിലെ ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്നുള്ള വടി ഉപയോഗിച്ച് ഗുരുസ്വാമിയെ തന്നെ മർദ്ദിക്കുകയും ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ തച്ചുടക്കുകയും ഒക്കെ തന്നെ ചെയ്തു. മാത്രമല്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരു തുളസി തറയായിരുന്നു ഉണ്ടായിരുന്നത്. ആ തുളസി തറ അടിച്ച് തെറിപ്പിച്ച് ഈ ഭാഗത്തേക്ക് ഈ രീതിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രതി ഈ ഭാഗത്ത് തന്നെയുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്ക് എത്തുകയും ആ ക്ഷേത്രത്തിന്റെ ഗേറ്റ് അടിച്ചു തകർക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ തുളസിത്തറ, ഈ ഭജനപടത്തിന് മുൻവശം ഉണ്ടായിരുന്ന തുളസിത്തറയാണ് ഈ രീതിയിൽ നശിപ്പിച്ച് അല്ലെങ്കിൽ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രതി ആ സമയത്ത് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതി മാനസിക രോഗിയാണ് എന്നൊരു ലേബൽ ഇതിനോടകം തന്നെ പോലീസ് ആ പ്രതിക്ക് ചാർത്തി കൊടുത്തു കഴിഞ്ഞു. അതാണ് എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉണ്ടാകുന്ന അതേ സംഭവം തന്നെ ഇവിടെ ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിലവിൽ ഇപ്പോൾ നിരവധി പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്തെ നിരവധി ആളുകൾ ഈ വിവരമറിഞ്ഞ് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു മേഖലയാണ്. മതപരമായ ചടങ്ങുകൾ മാത്രമാണ് ഈ പ്രദേശത്ത് നടക്കാൻ പാടുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങളുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിലൊരു സംഭവം, അതിന് ഈ പെരുന്നാൾ ദിവസം തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് ആളുകൾക്കിടയിലൊക്കെ തന്നെ വളരെ സൗഹാർദ്ദപരമായി താമസിക്കുന്ന ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇതര മതസ്ഥർ, എല്ലാ മതസ്ഥരും ഒരുപോലെ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ആ പ്രദേശത്ത് ഇത്തരത്തിലൊരു നീക്കം, പോലീസിന്റെ പ്രതികരണം ഒന്ന് തേടുന്നത് നന്നായിരിക്കും. നമ്മൾ നേരത്തെ പോലീസിനോട് ചോദിച്ച സമയത്ത് കുറച്ച് അല്പസമയം കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കൂ എന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ പോലീസിൽ നിന്ന് ലഭിച്ച വിവരം, ഈ പ്രതിയെക്കുറിച്ചുള്ള ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഈ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, മാനസിക രോഗിയാണ് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതുമൂലമാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തേക്ക് എത്തുകയും ഇവിടെ അടിച്ചു തകർക്കുകയും ചെയ്തത് എന്ന് പോലീസ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഏത് രീതിയിലാണ് ഈ പ്രശ്നത്തെ പോലീസ് കാണുന്നത് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊന്ന്, അനഘ, മാനസിക രോഗി എങ്ങനെയാണ് ഭജനമഠത്തിലേക്ക് കൃത്യമായി എത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ബലിപെരുന്നാൾ ദിവസം ആണ്. ആ ദിവസം തന്നെ ഇതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. മാനസിക രോഗിയായി അഭിനയിക്കുന്നതാണോ ഇയാൾ?
അനിൽ നമ്പ്യാർ, നമുക്ക് കൃത്യമായി അറിയാം, നമുക്ക് കൃത്യമായി നേരത്തെ അനുഭവം ഉള്ളതുമാണ്. കാരണം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ ക്ഷേത്രം തകർക്കപ്പെടുകയോ വിഗ്രഹങ്ങൾ തച്ചുടക്കപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് അത്തരത്തിൽ ചെയ്യുന്ന പ്രതിക്ക് മേൽ ചാർത്തി കൊടുക്കുന്നത് അതൊരു മാനസിക രോഗിയാണ്, മാനസിക പ്രശ്നമുള്ള ആളാണ് എന്ന് എല്ലാ കാലത്തും പറയാറുണ്ട്. അതങ്ങനെ തന്നെയാണ് ഈ സമയത്തും ഈ സംഭവത്തിലും അതങ്ങനെ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. അതായത് ഈ പ്രതിക്ക് മാനസിക തകരാറുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഈ പ്രശ്നത്തെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നതും ഇതിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും നമ്മൾ ഈ പ്രദേശത്തെ ആളുകളോട് സംസാരിച്ച സമയത്ത് ഇത്തരത്തിലൊരു മാനസിക ഒരു പ്രശ്നവും ഇല്ലാത്ത ആളാണ് ഈ പ്രതി എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം കൃത്യമായി ഈ പ്രദേശത്ത് ഒക്കെ തന്നെ ഉള്ള ആളാണ്. ഇന്നലെ രാത്രി പോലും ആ പ്രതിയെ കണ്ട ആളുകളുണ്ട്. മറ്റ് യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത ആളാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത്. അങ്ങനെ ഈ ആളുകൾക്ക് കൃത്യമായി അങ്ങനെ മാനസിക രോഗിയാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് അയാൾക്ക് എന്ത് തരത്തിലുള്ള രോഗമാണ് ഉള്ളത് എന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെയുള്ള ഒരാൾ പോലും അയാൾക്ക് ഇത്തരത്തിൽ അടിച്ചു തകർത്ത ആൾക്ക് മാനസിക രോഗി ആണ് അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരു പ്രദേശവാസിയും പറയുന്നില്ല. പക്ഷേ ഈ സംഭവത്തിൽ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഈ പ്രതിക്ക് മാനസിക രോഗം ഉണ്ട് എന്നതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇത്തരത്തിൽ അയാൾക്ക് തകരാറുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കി എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരത്തെ ഇന്ന് രാവിലെ അടിച്ചു തകർത്ത ആ ഭജനമഠത്തിന് മുന്നിലാണ്. ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി പോലീസും ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ നിരോധന മേഖലയാണ്. മതപരമായ ചടങ്ങുകളല്ലാതെ മറ്റൊന്നും തന്നെ ഈ പ്രദേശത്ത് നടത്താൻ പാടില്ല. ആ സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. അതീവ ഗൗരവമായ അതീവ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസ് അടക്കം ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ പ്രദേശത്തെ ആളുകളും കൃത്യമായ ഒരു ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നതാണ്. അവൾ പലപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ പ്രദേശത്തെ ആളുകൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. എല്ലാ മതസ്ഥരും എല്ലാവരും ഒരുപോലെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുസ്വാമി ഇപ്പോഴും മർദ്ദനമേറ്റ ആ പ്രതിയിൽ നിന്ന് ഷാനവാസിൽ നിന്ന് മർദ്ദനമേറ്റ ഗുരുസ്വാമി ഇപ്പോഴും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ തുടരുകയാണ്. ആശുപത്രിയിൽ ഈ വടി ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദനം ഈ ഗുരുസ്വാമിക്ക് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചികിത്സയിൽ തുടരുന്നത്. അതിനുശേഷം ഇപ്പോൾ നിരവധി പോലീസ് വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് വന്ന് കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആളുകളും ഈ പ്രദേശത്തെ മറ്റ് ആളുകളും പോലീസ് വാഹനവും ഒക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. എന്തായാലും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആളോടൊരു പ്രതികരണം കൂടി ആരാവുന്നതാണ്. ഞാൻ ദിവസം 5:30 വരേണ്ട ആളായിരുന്നു. ഞാൻ മഠത്തിൽ ഈ ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദിവസം നേരം വീണെ കൊണ്ട് എനിക്ക് ഒരു 5:50 ഒരു കോൾ വന്നു. ഈ ഹോട്ടലിലെ സീനിസ്വാമിയും ഗുരുസ്വാമിയും ഒരാളെ അടിച്ച് പണിയാക്കിയിട്ട് അമ്പലം മടമൊക്കെ പൊളിച്ചിരിക്കുന്നു പറഞ്ഞു. ഞാനച്ഛനെ കുളിച്ചിട്ടൊന്നുമില്ല. ഞാനച്ഛനെ പോഞ്ഞു വന്നപ്പോൾ സ്വാമിയുടെ കിടക്കുകയും മർദ്ദനമേറ്റ് കിടക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ഗുരുസ്വാമിയോട് ചോദിച്ചപ്പോൾ ഗുരുസ്വാമി എന്നെ ഒരാൾ ചങ്ങായി അടിച്ച് പണിയാക്കിയിട്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കി എല്ലാവരും അയ്യപ്പൻ്റെ വിഗ്രഹമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുന്നത്. നമ്മൾ തന്നെ ഞങ്ങളിങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇതുമായിട്ട് ഞാനിപ്പോഴും വിശ്വാസിയാണ്. ഞാൻ ദിവസം വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആളാണ്. ഇത് കണ്ടപ്പോൾ മനസ്സിലൊരു വിഷമം വരും. അത് തന്നെയാണ് അനിൽ നമ്പ്യാർ. ഈ ഒരു സംഭവം അത് ഏറെ വേദനയുണ്ടാക്കി എന്നാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. അതിനുശേഷം നേരത്തെ ഈ ചേട്ടൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ വിളിച്ചതിനനുസരിച്ചാണ് ഇവരിവിടേക്ക് എത്തുന്നത്. എത്തുന്ന സമയത്താണ് ഗുരുസ്വാമി മർദ്ദനമേറ്റ് കിടക്കുന്നത് കാണുന്നതും മാത്രമല്ല ഈ അകത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങളടക്കം തച്ചുടച്ച് കിടക്കുന്നതും അവർ കാണുന്നത്. ഇതിനുശേഷം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്, ഇതിനുശേഷം പ്രതി നേരെ പോയത് മറ്റൊരു അമ്പലം തകർക്കാനാണ്. അത് തകർക്കാൻ കഴിയാതെ പോയത് ഈ ഗേറ്റ് കൃത്യമായി അടച്ചത് കൊണ്ടാണ്. ആ ഗേറ്റ് തകർക്കാനുള്ള ശ്രമം നടത്തി പ്രതി എന്നതാണ്. അങ്ങനെ മാനസിക തകരാറുള്ള ഒരാളാണെങ്കിൽ എന്തിന് അമ്പലം അല്ലെങ്കിൽ ഭജനമഠം മാത്രം തിരഞ്ഞെടുക്കുന്നു എന്നൊരു വലിയ ചോദ്യം ഇവിടെ ഉയരുകയാണ് അനിൽ നമ്പ്യാർ. മനോരോഗി അല്ലെങ്കിലും നവാസിനെ മനോരോഗി ആക്കും പോലീസ് എന്ന അഭിപ്രായങ്ങളാണ് വരുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന അഭിപ്രായങ്ങൾ അതാണ്. പോലീസ് മനോരോഗി എന്ന സർട്ടിഫിക്കറ്റ് താമസിയാതെ നൽകും. കോഴിക്കോട് മാറാട് ഭജനമഠം അടിച്ചു തകർത്തു. മഠത്തിലെ ഗുരുസ്വാമിക്ക് മർദ്ദനമേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് മാറാട് സ്വദേശി നവാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണിക്കായിരുന്നു സംഭവം. ഭജനമഠത്തിൽ അതിക്രമം കാട്ടിയ ശേഷം അടുത്തുള്ള
ക്ഷേത്രം ലക്ഷ്യമാക്കി ഇയാൾ പോവുകയായിരുന്നു എന്ന റിപ്പോർട്ടും പുറത്ത് വന്നിട്ടുണ്ട്. ആദ്യം ഭജനമഠം, പിന്നെ ക്ഷേത്രം. ഒരു മനോരോഗി കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വരും ബുള്ളറ്റിനുകളിൽ കൂടുതൽ വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്ത് വിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അനഘയാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്.